തലയിൽ മുണ്ടിട്ടോ വിജിലൻസ് തത്ത എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ അഡ്വക്കേറ്റ് എ റഹീം, ഇന്നിപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് എതിരെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അച്ചടക്ക നടപടി ശുപാർശ ചെയ്തിരിക്കുന്ന ധനകാര്യ വകുപ്പിൻ്റെ നടപടി അത് പുതിയ സർക്കാർ പരിഗണിക്കുകയും തുറമുഖ വകുപ്പിന് മേൽ നടപടികൾക്കായി നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുമാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ശ്രീ ജേക്കബ് തോമസിൻ്റെ പ്രതികരണം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കേട്ടാൽ അടുത്ത കാലത്തെങ്ങും ഇല്ലാത്തതും എല്ലാവരും മറന്നതും ഇനി പ്രസക്തമല്ലാത്തതുമായ ഒരു കാര്യം ആരുടെയോ നിർബന്ധ ബുദ്ധിയാൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു എന്നാണ്. അതെന്തോ ആകട്ടെ, ആക്ഷേപങ്ങൾ, അതിനുമേൽ നടപടി ശുപാർശ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്ന് വരുന്നത് അഭിമാനകരമാണോ? അതാണോ ശരിയായ നടപടി? ശ്രീ വേണു, ശ്രീ ജേക്കബ് തോമസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ കീഴിലുള്ള അസംഖ്യം ഉദ്യോഗസ്ഥന്മാരിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. സർക്കാരിൻ്റെ നിലപാടുകളും നയവും നടപ്പിലാക്കാൻ നിയമപരമായി വിധേയമാക്കപ്പെട്ട ഒരാൾ, അങ്ങനെ കണ്ടാൽ മതി. ജേക്കബ് തോമസിനെതിരെ അഴിമതി ആരോപണമോ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ആരോപണങ്ങളോ ഉയർന്നു വന്നാൽ സർക്കാർ നീതിയുക്തമായി നിലപാട് സ്വീകരിക്കും, യാതൊരു സംശയവും വേണ്ട, നിലപാടെടുക്കേണ്ട സമയത്ത്. പക്ഷേ ഇപ്പോൾ ശ്രീ ജേക്കബ് തോമസ് പറഞ്ഞ ചില കാര്യങ്ങളുമായി കഴമ്പുണ്ട് എന്ന് കരുതേണ്ടി വരും. ഇന്നിപ്പോൾ രണ്ട് വാർത്തകളാണ് പ്രധാനമായി വന്നത്, ഇന്ന് വൈകുന്നേരത്തിനകം, ഇന്ന് പകൽ നേരത്ത്. ഒന്ന്, നിയമസഭയുമായി ബന്ധപ്പെട്ട് താങ്കളെ ഉന്നയിച്ച മാധ്യമ വാർത്തയെല്ലാം മുൻനിർത്തി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം. അതേസമയം തന്നെയാണ് ശ്രീ കെ ബാബു ഇന്ന് പറയുകയുണ്ടായി, വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയമായി പുറത്തിറങ്ങി അദ്ദേഹം പറഞ്ഞു, ഈ വിജിലൻസിൽ നിന്നും നീതി ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ബാബു ആഗ്രഹിക്കുന്ന നീതി ലഭിക്കാത്ത വിജിലൻസിനെ, ഒരു കോൺഗ്രസ് നേതാവ് ആഗ്രഹിക്കുന്ന നീതി ലഭിക്കാത്ത വിജിലൻസിനെ, കൊടുക്കാത്ത വിജിലൻസിനെ അവർ തള്ളിപ്പറയുന്നു. ഇതൊരു രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമായി ഇതിനെ കാണേണ്ടതില്ല എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ, അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രീയമായി ദയവേത് കാണരുത്. അഴിമതിക്കെതിരെ ജനങ്ങളുടെ ഇടയിൽ ശക്തമായൊരു വികാരമുണ്ട്. അഴിമതി കാരണമാണ് നോട്ടയ്ക്ക് വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന കാലം. അഴിമതി കാരണമാണ് ജനങ്ങൾക്ക് ജനാധിപത്യത്തോട് വെറുപ്പ് തോന്നിയൊരു കാലം. അഴിമതിക്കെതിരായ ഒരു മാൻഡേറ്റാണ് LDF സർക്കാർ. അതുകൊണ്ട് തന്നെ LDF സർക്കാർ എല്ലാ കീഴ്വഴക്കങ്ങളും മാറ്റിക്കൊണ്ട് എല്ലാ മേഖലകളും, രാഷ്ട്രീയ തലത്തിലാകട്ടെ ഉദ്യോഗസ്ഥ തലത്തിലാകട്ടെ, അഴിമതിരഹിതമായ ഒരു പുതിയ കേരള സൃഷ്ടിക്കായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ പലതും പറയുന്നു, പല പ്രചരണങ്ങളും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ PC ജോർജ് MLA, ശ്രീ ജേക്കബ് തോമസ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ചുമതലയിൽ തന്നെ തുടരുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? വേണു, ഞാൻ അത് മുഴുവൻ കേട്ടു, വായിച്ചു, മനസ്സിലാക്കിക്കൊണ്ട് പറയാം. വേണു എന്നെ ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ. എന്തെല്ലാം വൃത്തികേടാണ് ആ ജേക്കബ് തോമസിനെ എന്നെയും കൂട്ടി പറയുന്നത്. മാണിക്കാരല്ലേ പറയുന്നത്. ഞാനും അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് ഒരു ബന്ധവും ഇല്ല. വേറൊന്ന് വേണു മനസ്സിലാക്കി, വേണു ഒരു നല്ല പത്രപ്രവർത്തനമായിട്ട് പറയുക. ഇയാളെ പേര് പറയുന്ന പരാതി എന്താ? കെൽട്രോണിന് കമ്പ്യൂട്ടർ വാങ്ങാൻ അനുവാദം കൊടുത്തു എന്നാണ്. കെൽട്രോൺ അതാ പൊതുമേഖലാ സ്ഥാപനമാണ്. അങ്ങനെ അത് കുറ്റകരമാണെങ്കിൽ, അത് തെറ്റായി കാണുന്നെങ്കിൽ അത് സിഡ്കോ പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ കൈക്കൂലി വാങ്ങാനാണെങ്കിൽ പ്രൈവറ്റ് കമ്പനി കൊടുത്താൽ പോലും എന്തിന് കെൽട്രോൺ കൊടുക്കണം? അങ്ങനെ ജേക്കബ് തോമസ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ MLA-മാരിൽ പലരും ജയിലിൽ പോകണം. എന്താ കാര്യം? ഞാൻ തന്നെ എൻ്റെ നിയോജക മണ്ഡലത്തിലെ കമ്പ്യൂട്ടർ സ്കൂളിൽ കൊടുക്കാൻ സെലക്ട് ചെയ്തത് ഇത് കെൽട്രോണിയാണ്. ഞാൻ കളക്ടറോട് അവരോട് മേടിക്കാൻ പറ്റും, കെൽട്രോണോട്. കാരണം പൊതുമേഖലാ സ്ഥാപനത്തിന് വേണം, പ്രൈവറ്റ് കമ്പനി കൊടുക്കാൻ നടക്കുക ശരിയല്ല. പൊതുമേഖലാ സ്ഥാപനത്തിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ PC ഒരു കുറ്റക്കാരനാണല്ലോ. ഈ രാജ്യത്തെ MLA-മാരെല്ലാം ബഹുഭൂരിപക്ഷം പേരും അതാ ചെയ്തത്. അപ്പോൾ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ പിൻ പോയിൻ്റ് ചെയ്ത് മോശക്കാരനാക്കണമെന്ന ദുഷ്ടബുദ്ധിയോടുകൂടി ഒരു പറ്റം കാപാലിക കൂട്ടം ഇറങ്ങിയിരിക്കുന്നു. അതിൽ വേണു പങ്കുചേരണ്ട, വേണുവിനെ പോലെ മാന്യന്മാരായ പത്രപ്രവർത്തകർ പങ്കുചേരണ്ട. ഞാൻ പറയുന്നു, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ പറയുന്നു. എൻ്റെ വീടിന് അവിടുന്ന് 2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ജേക്കബ് തോമസിൻ്റെ വീടാണ്.
അയാൾ അങ്ങോട്ട് വരാറേ ഇല്ല. അപ്പനോട് പോലും ബന്ധമില്ലാതെ വെറും നിയമം മാത്രം നോക്കി നടക്കുന്നയാൾ അപ്പനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിരുന്ന് പോലീസ് നിർദ്ദേശം കൊടുത്തയാളായാൾ. അത് ഞാൻ വിളിച്ചു വെക്കാതെ പറയാം. ഇങ്ങനെ DIG ആയിട്ട് എറണാകുളത്ത് ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പാവം മനുഷ്യനാണ്. ആരെങ്കിലും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, പുള്ളി പോകുമായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ് ജേക്കബ് തോമസ് അവിടെ വന്ന് DIG, അന്ന് IG ഇല്ല, നേരെ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് SIയോട് പറഞ്ഞു, എൻ്റെ അച്ചായനോട് വരാറുണ്ടോ? ഉണ്ട്, മാന്യമായി പെരുമാറണം, പറയുന്നൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ജേക്കബ് തോമസ്. എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈയിളം ചപ്പടാച്ചിയൊന്നും കാണിച്ച് ആരെയും പേടിപ്പിക്കാം, മാന്യന്മാരെ നശിപ്പിക്കാമെന്ന് ശ്രമിച്ചാൽ PC ഉടനെ കൂട്ടുകിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. വേണം സമയമുണ്ട് ഒന്നുകൂടെ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ ജയരാജൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെക്കണം പറഞ്ഞ് ബഹളം വെച്ച് രാജിവെച്ചു, നന്നായി. രാജിക്ക് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവന നിയമസഭയിൽ എത്രയോ ഭീകരമാണ്. മലബാർ സിമൻസ് അഴിമതി, അത് വേണമെന്ന് അറിയാമല്ലോ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന്. മലബാർ സിമൻസിന് പുറകെ അവിടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, നീതിക്ക് വേണ്ടി നിന്ന മനുഷ്യനെ മക്കളെ തല്ലിക്കൊന്ന് കെട്ടിയാത്തി. ആര് കെട്ടിത്തൂക്കി? ആരാ? സിമൻറ്റ് രാധാകൃഷ്ണൻ. ആരാ? അറിയാമല്ലോ, നമുക്കറിയാവുന്നതല്ലേ. അയാളുടെ പേര് കേസ് കൊടുന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഞാനാ. ആ മരിച്ചയാളുടെ അനിയനും കുടുംബവും ഞാനും ആകെ ഉണ്ടായിരുന്നത്, വേറെ ആരും കൂടിയില്ല. പക്ഷേ എന്തായി? 304 ആക്കി, 302 കൊടുത്തില്ല. കൊലപാതകത്തിന് ശ്രമിച്ചില്ലെങ്കിൽ, കൊലപാതകമല്ലെങ്കിലും ആത്മഹത്യ പ്രേരണ കൊടുത്തത് ഈ ചാക്ക് രാധാകൃഷ്ണനാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ കൊലപാതകമാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കേണ്ട വേണു, ഇവിടെ KMML ഉണ്ട്. മര്യാദയ്ക്ക് ആ ഫാക്ടറി നടത്തിയാൽ ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ സ്വത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന മിനിമം 20,000 കോടിക്ക് മുകളിൽ തുക ലാഭമായി ഖജനാവിലേക്ക് താങ്കളിലേക്ക് തിരികെ എത്താം. ഒരു കാര്യം ഞാൻ പറയാം, താങ്കൾ ആദ്യം ശക്തമായി ഉന്നയിച്ച വാദഗതിയെ താങ്കൾ തന്നെ തള്ളിപ്പറയുന്നതാണ് താങ്കളുടെ രണ്ടാമത്തെ വിലയിരുത്തൽ. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുകയും ചെയ്യും. ഞാൻ വരാം. ശ്രീ PC, ശ്രീ ജോസഫ് പുതുശ്ശേരി, എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് നിങ്ങൾ വീണ്ടും ജേക്കബ് തോമസിനെതിരെ കത്ത് നൽകിയത്? വേണു പറഞ്ഞ വാചകത്തിലെ വീണ്ടും ഞാൻ നിഷേധിക്കുന്നു. നേരത്തെയും പരാതി ഉണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷേ അല്ല, ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീ PC ജോർജ് പറഞ്ഞ പോലെയുള്ള കാര്യമല്ല. അദ്ദേഹം പറഞ്ഞു മാണിക്കാർ ചെയ്തതാന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. ഇത് ആരോപണമല്ല. സർക്കാരിൻ്റെ നിയമപരമായ പ്രാബല്യമുള്ള ഒരു സംവിധാനം, ധനകാര്യ വകുപ്പിൻ്റെ പരിശോധനാ വിഭാഗമെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. ആ ധനകാര്യ വകുപ്പിൻ്റെ പരിശോധനാ വിഭാഗം പരിശോധന നടത്തി കണ്ടെത്തിയ ക്രമക്കേടിൻ്റെ, അധിക ചെലവ് വന്നതിൻ്റെ, അഴിമതി നടത്തിയതിൻ്റെ, അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ കാര്യങ്ങളാണ് അക്കമിട്ട് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഞാൻ ആ റിപ്പോർട്ട് ആദ്യമായി കാണുന്നത്. അതിൽ കുറേയേറെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാർച്ചിലാണ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവണം. കാരണം ആ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് അതിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു അനന്തര നടപടി ഉണ്ടാവണം, അന്വേഷണവും അനന്തര നടപടിയും ഉണ്ടാകണം എന്ന് നാം മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഈ ശുപാർശ തുറമുഖ വകുപ്പിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഞാൻ ഇന്നലത്തെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിൻ്റെ മറ്റാധികാരികളെക്കുറിച്ച് ധാരണയില്ല. ഞാൻ മാധ്യമ റിപ്പോർട്ട്, ആ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ റിപ്പോർട്ടിനെ കോട്ട് ചെയ്താണ് ഈ മാധ്യമ റിപ്പോർട്ട് വന്നിട്ട്. ഈ റിപ്പോർട്ട് വ്യാജമാണെന്ന് ആരും പറയുന്നില്ലല്ലോ. റിപ്പോർട്ട് സത്യമാണല്ലോ. ആ റിപ്പോർട്ട് സത്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര വഴക്കമുള്ളതാണെങ്കിലും സ്വാഭാവികമായൊരു നടപടിക്ക് വിധേയമാകേണ്ട കാര്യങ്ങൾ. പക്ഷേ ഒരു ചുമതലയിൽ ഇരിക്കുന്നയാൾ ആ ചുമതലയിൽ നിന്ന് മാറണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം, കാരണം ഇങ്ങനെയാണെങ്കിൽ ധാരാളം IAS IPS ഉദ്യോഗസ്ഥർക്കെതിരെ സമാനമായ അച്ചടക്ക നടപടികൾ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടുകളുണ്ട്, പൂർത്തിയായിട്ടില്ല നടപടികൾ. അതുപോലെ തന്നെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട്. അതിലൊക്കെ അവരവർ വഹിക്കുന്ന ചുമതലകളിൽ തന്നെ നിൽക്കുന്നുമുണ്ട്. വേണു തെറ്റിദ്ധരിച്ച് പറയുകയാണെന്ന് കരുതുന്നു. എൻ്റെ കത്തിൽ ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഞാൻ ഇക്കാര്യത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ് അനന്തര നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിന്മേൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. നടപടി ഉണ്ടാകണം എന്ന ആവശ്യമാണ് ജേക്കബ് തോമസ് മാറണമെന്ന് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. ഇവിടെ ചുവപ്പ് കാർഡും മഞ്ഞ കാർഡും ഒക്കെ പറഞ്ഞത് ബഹുമാനായ ശ്രീ ജേക്കബ് തോമസ് തന്നെയല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വിടുക. ചുവപ്പ് കാർഡാണോ മഞ്ഞക്കാർഡാണോ ഇക്കാര്യത്തിലൊക്കെ എടുക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് വിടുക.
ഞാൻ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇപ്പോൾ വേണു ഇപ്പം ചോദിച്ച ചോദ്യം അനുസരിച്ചാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ ഒരു റിപ്പോർട്ട് വന്നു, അതിലൊരു നടപടിയും വേണ്ട എന്ന് ഞാൻ അടക്കമുള്ള ആളുകൾ പിന്നെ കരുതണം എന്നാണോ? തുടർ നടപടികളാകാം, അതിനു മുൻപ് വഹിക്കുന്ന ചുമതല ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കത്തിൽ ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. പക്ഷേ രാഷ്ട്രീയമായി ഇങ്ങനെ ഒരു ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അങ്ങേപോലെ ഒരു പൊതുപ്രവർത്തകനും ജേക്കബ് തോമസിനെതിരെ പല ഘട്ടങ്ങളിലും വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രതിനിധിയുമായ വ്യക്തിയോടാണ് ചോദിക്കുന്നത്. അല്ല, അപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ഈ കാര്യത്തിൽ ശ്രീ ജേക്കബ് തോമസിന്റെ വാക്കുകൾ തന്നെയാണ് നമുക്ക് പ്രസക്തമായി കാണേണ്ടത്. അദ്ദേഹം പറഞ്ഞു ചുവപ്പ് കാർഡ് മഞ്ഞ കാർഡ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി മേനി പറഞ്ഞ ഒരാളാണ്. ആ മേനി പോലും പിന്നെ ഈ കഴിഞ്ഞ നടപടിയിൽ കണ്ടില്ല. പിന്നെ നമുക്കറിയാമല്ലോ, പ്രതിപക്ഷ നേതാവ് പരാതി കൊടുത്തപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പിറ്റേന്ന് ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിടുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അതിനേക്കാൾ വീരശൂര പരാക്രമം അവകാശപ്പെട്ട ജേക്കബ് തോമസ് പ്രതിപക്ഷ നേതാവിൻ്റെ പരാതി എന്നിട്ട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ആ വീരശൂര പരാക്രമം ഭാവിച്ച വ്യക്തി ചുവപ്പ് കണ്ട കാളയെപ്പോലെ ഭ്രമിച്ചിരിക്കുന്നതാണ് ആ നടപടിയിൽ കണ്ടത്. കോടതിയിൽ കേസ് വന്ന് കോടതിയുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കടക്കേണ്ട ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എൻ്റെ നേരിട്ടുള്ള ചോദ്യം, ശ്രീ VM സുധീരൻ അടക്കം പറയുകയാണ്, ഇങ്ങനെ ആക്ഷേപങ്ങൾക്ക് വിധേയനായിരിക്കുന്ന വ്യക്തി ഇങ്ങനെ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിനെ ആര് ചുവപ്പ് കാർഡ് കാട്ടും? അപ്പോൾ ഒരു വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമല്ലോ. കാരണം പിന്നെ ഇദ്ദേഹം തന്നെയാണെന്നുള്ളത് കൊണ്ട് പിന്നെ കൂടുതൽ പ്രസക്തമാണത്. സുധീരൻ വളരെ പ്രസക്തമായ ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ അഴിമതിക്കെതിരായ ഒരു സമീപനം എല്ലാവരും സ്വീകരിക്കണം. അക്കാര്യത്തിൽ വേണു യാതൊരു സംശയമില്ല. റഹീം പറഞ്ഞു, അയാൾ സംശയമില്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നു. വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും അഴിമതി തൊട്ട് തീടാതെ മുണ്ട് മുറുക്കി എടുത്ത് പൊതുജീവിതം നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് അഭിമാനബോധത്തോടു കൂടി തന്നെ ഈ വേദിയിൽ എനിക്ക് പറയാൻ കഴിയും. അഭിമാനബോധത്തോടു കൂടി ശരി, ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ശ്രീ PC ജോർജ് ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ടല്ലോ, അതായത് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുത്തത് അല്ലെങ്കിൽ സമീപിച്ചത് ശ്രീ ജേക്കബ് തോമസ് എന്ന്, അതുകൊണ്ട് അതിലൊരു കുഴപ്പവും വരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പിന്നീട് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മലബാർ സിമൻസ് പൊതുമേഖലയിലുള്ളതാണല്ലോ, KMML പൊതുമേഖലയിലുള്ളതാണല്ലോ, അവിടെയൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അഴിമതി മാത്രമല്ല, അതിനെതിരെ നിൽക്കുന്നവരെ കെട്ടിത്തൂക്കി കൊല്ലുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ, ചട്ടലംഘനങ്ങൾ കൂടിയുണ്ട്. ശരി, ശ്രീ CR, അപ്പോൾ കെൽട്രോണിനെ ഒരു കാര്യം ഏൽപ്പിക്കുന്നത് കൊണ്ട് എല്ലാം അങ്ങ് ശുഭപര്യവസായിയാകുന്നില്ല. കെൽട്രോൺ മറ്റ് കരാറുകൾ ഉപകരാറുകൾ കൊടുക്കുകയാണ്, അത് സ്വകാര്യ കമ്പനികൾക്കോ ഏജൻസികൾക്കോ ആണ്. ഇങ്ങനെയൊക്കെ അഴിമതിയുടെ ഒരു ശൃംഖല ഈ പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വളർന്ന് തിടപ്പെട്ട് തന്നെ നിൽക്കുന്നുണ്ട്, തിടം പ്രാപിച്ചു തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സിഡ്കോയ്ക്ക് കൊടുത്തു, കെൽട്രോണിന് കൊടുത്തു, അതുകൊണ്ട് പിഴവാകുന്നില്ല എന്ന് വിലയിരുത്താൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ സിഡ്കോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്ന ഒരാളാണ് ശ്രീ ജേക്കബ് തോമസ്. അപ്പോഴോ ശ്രീ CR നീലകണ്ഠൻ? അല്ല, ഇവിടെ ജേക്കബ് തോമസിന് വേണ്ടി ജാമ്യം എടുക്കാനൊന്നും വന്ന ആളല്ല ഞാൻ. ജേക്കബ് തോമസ്, പക്ഷെ ഞാൻ ഇതുവരെ എൻ്റെ രാഷ്ട്രീയ പഠന ചരിത്രത്തിൽ ഇത്രയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആദ്യമേ പറയട്ടെ. ഇടതുപക്ഷത്തിൻ്റെ ആരാധകനല്ല ഞാൻ. ഇടതുപക്ഷം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടറായി നിർത്തി എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വേണു ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, സിഡ്കോയ്ക്കോ കെൽട്രോണോ കൊടുത്തു എന്നത് അഴിമതിക്ക് അപ്പുറത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ പൂർണ്ണമായും പറയില്ല. അതിൻ്റെ പിന്നിലൊക്കെ അഴിമതിയുണ്ട്, പൊതുമേഖലയിൽ അഴിമതിയുണ്ട്. ഇപ്പോൾ രണ്ടും രണ്ടാണ്. ഇപ്പോൾ നേരത്തെ PC ജോർജ് പറഞ്ഞത് രണ്ടാണ്. ആ സ്ഥാപനത്തിനകത്ത് തന്നെ അഴിമതി നടക്കുന്നുണ്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ വാങ്ങാനോ സോളാർ അതുപോലെയുള്ള ഇലക്ട്രോണിക്സ് വാങ്ങാനോ സാധാരണഗതിക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു പൊതു ബ്ലാങ്കറ്റ് അനുമതിയാണ് കെൽട്രോണിൽ നിന്ന് വാങ്ങിക്കോളാൻ. ഇത് പഞ്ചായത്തുകൾക്ക്, MLA-മാർക്ക്, MP-മാർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു അനുമതിയാണ്. അതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടെന്ന് ഞാനിപ്പോൾ ഉറപ്പായി പറയാൻ കഴിയും. അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഓഫീസിൽ ചെന്നാൽ അവിടെ കമ്പ്യൂട്ടർ വാങ്ങണമെങ്കിൽ അയാളുടെ മുമ്പിലുള്ള ആദ്യത്തെ ഓപ്ഷൻ കെൽട്രോണിന് കൊടുക്കാനാണ്. കാരണം അവർക്കാവുമ്പോൾ ടെൻഡർ വേണ്ട, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണ്ട. അതിൻ്റെ പിന്നിലെ വഴികളൊക്കെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് വഴിയുണ്ട്. സിഡ്കോയുടെ കാര്യത്തിലും അതുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ KMML-ൻ്റെ ഒക്കെ അഴിമതി വേറെയാണ്, അത് ഈ തരത്തിലല്ല. ആ സ്ഥാപനം തന്നെ മുക്കിക്കളയുന്ന തരത്തിലുള്ള അഴിമതിയാണ്. ഇപ്പം നേരത്തെ PC ജോർജ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആ സമരത്തിൽ ഒരു ചെറിയ പങ്ക് വഹിച്ച ആളാണ് ഞാൻ, ഒരു തൂക്കിക്കൊലയുമായി ബന്ധപ്പെട്ട്. പ്രശ്നം എന്താ അതല്ല, ഇവിടെ ഈ ആരോപണം ഇപ്പോഴാണ് റിപ്പോർട്ട് വന്നതെന്ന് പറഞ്ഞു, മാർച്ചിലാണ്. യഥാർത്ഥത്തിൽ 2009 നടന്നൊരു കാര്യത്തെക്കുറിച്ചായി ചർച്ച ചെയ്യണം.
2013 ഇൻസ്പെക്ഷൻ വിങ് ഇൻസ്പെക്ഷൻ നടത്തിയ കാര്യമാണ്. ആ റിപ്പോർട്ട് ഇപ്പോഴേ പുറത്തു വന്നുള്ളൂ എന്ന് എനിക്കറിയില്ല. 2013 സെപ്റ്റംബറിൽ തീർന്ന കാര്യമാണ്. ഇപ്പോൾ ഇത് വരുന്നതിൻ്റെ കാര്യം എന്താ? ഇപ്പോൾ വരുന്നതിന് ചരിത്രപരമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന് ആർക്കറിയാത്തത്? കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായി മുൻമന്ത്രിമാരും ആളുകളും ജയിലിൽ പോകാൻ വളരെ സാധ്യതയുള്ള ഏതാണ്ട് അടുത്തെത്തി നിൽക്കുന്നു എന്ന തോന്നൽ ഒരു സാധാരണ പൗരനെന്ന നിലയ്ക്ക് എനിക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പെട്ടേക്കാം. കഴിഞ്ഞ 10-60 വർഷമായി പെട്ടിട്ടില്ലല്ലോ ആരും. ഒരു ബാലകൃഷ്ണപിള്ള ഒഴിച്ച് ബാക്കി ആരും പെട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ചിലപ്പോൾ പെട്ടേക്കാം എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കടയ്ക്ക് കത്തിവെക്കലാണ് ഇപ്പോൾ ഈ പണി ചെയ്യുന്നത്. അതിന് കാരണം വളരെ കൃത്യമാണ്. ഇപ്പം ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ, വേണുവിനെ പറഞ്ഞല്ലോ, കെ ബാബു പറഞ്ഞു എനിക്കിതിൽ വിശ്വാസമില്ല, വിശ്വാസം ഉണ്ടാവാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശ്രീ CR, ഒരു കാര്യം ഉറപ്പാണ്. ജേക്കബ് തോമസിനെ ഭയക്കുന്നു രാഷ്ട്രീയ നേതൃത്വങ്ങൾ, എല്ലാവരെയും പിടിച്ചകത്തിടാൻ പോകുന്നു. അങ്ങനെയൊന്നുള്ള ഒരു തെറ്റിദ്ധാരണയും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കില്ല. അവരെയൊന്നും അങ്ങനെ വില കുറച്ച് കാണുകയും വേണ്ട. പ്രശ്നം അപമാനിക്കുന്നു, വേട്ടയാടുന്നു എന്നത് തന്നെയാണ്. CR അങ്ങേക്കറിയുന്നതാണ്. വലിയൊരു കേസായിരുന്നല്ലോ ജയലളിത